ജീമ് ജീമ് അകാര ചിഹ്നം കൊടുത്തപ്പം ജാ എന്ന് പറഞ്ഞു. ജീമ് ജ ജീമ് ജ ഫത്തഹ കൊടുത്തപ്പോൾ ജാ എന്ന് പറഞ്ഞു. ജീമ് ജ. നൂന് ന നൂന് ന ജ ന ജ ന ജ ന അലിഫ് കൊടുത്ത് നീട്ടിയിരിക്കുകയാണ്. ജ ന ജീമ് ജ നൂന് ന അലിഫ് കൊടുത്ത് നീട്ടിയിരിക്കുകയാണ്. ന ന ന ന ന ഹ ഹ ഹ ഹുൻ ഹുൻ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് പറയണം. ഹുൻ രണ്ട് തൊമ്മ കൊടുത്തിരിക്കുകയാണ്. ജ ന ഹുൻ ജ ന ഹുൻ ജ ന ഹുൻ. ഇത് ചേർത്ത് പറയുമ്പം ജനാഹുൻ ജനാഹുൻ ജനാഹുൻ. ഇച്ചിരി സ്പീഡ് വായിക്കാം. ജനാഹുൻ ജനാഹുൻ ജനാഹുൻ. ഒരു 10 പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച്. ജനാഹുൻ. അടുത്തത് സ്വാദ് സ്വാദ്. ആ നിറച്ച് ഫുൾ വോളിയം ഫുൾ ശബ്ദം കയറ്റി പറയണം. സ്വാദ് സ്വാദ് സ്വാ അകാര ചിഹ്നം കൊടുത്തപ്പം സ്വാ എന്ന് വായിച്ചു. സ്വാദ് സ്വാ സ്വാദ് സ്വാ സ്വാദ് സ്വാ. ലാമ് ഫത്തഹ് കൊടുത്തപ്പോൾ ലാ എന്ന് വായിച്ച് വലിയ അരിപ്പ് കൊടുത്ത് നീട്ടിയപ്പം ലാ. ലാമിനെ വലിയ അരിപ്പ് കൊടുത്ത് നീട്ടിയപ്പം ലാ എന്ന് വായിച്ചു. അന്നേരം സ്വ ലാ സ്വ ലാ. അടുത്തത് ഹ ഹ ഹ ഹ ഹ ഹ. രണ്ട് നമ്മ കൊടുത്തപ്പം ഹുൻ ഹുൻ ഹുൻ. അന്നേരം സ്വ ലാ ഹുൻ സ്വ ലാ ഹുൻ സ്വ ലാ ഹുൻ. സ്വലാഹുൻ സ്വലാഹുൻ. ഇച്ചിരി സ്പീഡിൽ വായിക്കുക സ്പീഡിൽ വായിക്കുക. സ്വലാഹുൻ 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 സ്വലാഹുൻ. ജനാഹുൻ 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 സ്വലാഹുൻ ജനാഹുൻ സ്വലാഹുൻ. അലിഫ് അലിഫ്. അലിഫിനെ ചെറിയ അലിഫ് കൊടുത്ത് നീട്ടിയപ്പം ആ. അലിഫിനെ ചെറിയ അലിഫ് കൊടുത്ത് നീട്ടിയപ്പം ആ. ഇത് യാ കണ്ടോ? യാ ആണിത്. യാ യാ യാ. രണ്ട് പുള്ളി താഴെയുള്ള ഈ ഇങ്ങനെ താറാവിൻ്റെ കൂട്ടിരിക്കുന്ന അക്ഷരമാണ് യാ യാ യാ. അകാര ചിഹ്നം ഫത്തഹ് കൊടുത്തപ്പം യാ എന്ന് വായിച്ച്. അന്നേരം ആയ ആയ. ഒത്തിരി നീട്ടത്തില്ല. ഒരക്ഷരത്തിൻ്റെ പരിധി വെച്ചേ നീട്ടത്തുള്ളൂ. ഇതിനെ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകത്തില്ല. ആയ ആയ എന്ന് പറഞ്ഞാൽ അയ എന്നുമല്ല അയ എന്നല്ല പറയണ്ട. ഇവിടെ ആയ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം 2 പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു സമയം കൊടുത്ത് നമ്മൾ നീട്ടുന്നു. ഇത്രയേ ഉള്ളൂ. കൂടുതൽ നീട്ടത്തില്ല. കൂടുതൽ നീട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ മദ്ദുണ്ട്. മദ്ദെന്ന് പറയും. അത് ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാം. അത് 3 അക്ഷരം 5 അക്ഷരം 7 അക്ഷരത്തിൻ്റെ പരിധി വെച്ച് നീട്ടുക. പരിധി എന്ന് പറഞ്ഞാൽ
ഒരക്ഷരം 3 പ്രാവശ്യം ഒരേ അക്ഷരം തന്നെ 3 പ്രാവശ്യം ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ എന്ത് ശബ്ദം കിട്ടും, എത്രയും സമയമെടുക്കും, അത്രയും സമയം ആ അക്ഷരം നീട്ടുക. വേറെ ചില അക്ഷരത്തിന് 5 അക്ഷരം, ഒരക്ഷരം തന്നെ 5 പ്രാവശ്യം ആവർത്തിച്ച് നീട്ടുമ്പോൾ, ആവർത്തിച്ച് പറയുമ്പോൾ, ഒരേ അക്ഷരം തന്നെ 5 പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ എത്ര സമയമെടുക്കുമോ അത്രയും സമയമെടുത്ത് നീട്ടി പറയുക. അതിനാ മദ്ദെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരക്ഷരം തന്നെ 7 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ എത്ര സമയം നമ്മൾ ആ ഒരക്ഷരം ആവർത്തിക്കാൻ ഉപയോഗിക്കുന്നു അത്രയും സമയം എടുത്ത് നീട്ടുക. ഉദാഹരണം പറയാം. ഇപ്പം മീം എന്നുള്ള അക്ഷരം നമ്മൾ നീട്ടുന്നെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒരു 7 അക്ഷരത്തിൻ്റെ പരിധി സമയമെടുത്ത് നമ്മൾ നീട്ടുന്നത് മ എന്നിങ്ങനെ പറയുന്നതിന് പകരം മീം എന്ന് പറയും. അതുപോലെ നൂനിന് മദ്ദ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിധിയൊക്കെ പിന്നെ പഠിപ്പിക്കും. നൂന് ന എന്ന് പറയുന്ന സ്ഥാനത്ത് അതിന് മദ്ദ് കൊടുത്ത് പറയാൻ ഇവിടെ നൂൻ ഉണ്ടോ. ഇത് ആയ ഒത്തിരി നീട്ടത്തില്ല. ഈ മദ്ദെന്ന് പറയുന്ന സാധനം ഖുർആൻ ഓതാൻ ഉപയോഗിക്കുമ്പോഴേ അതിനെ നീട്ടാൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴേ ഈ മദ്ദിൻ്റെ ഉപയോഗം വരുന്നുള്ളൂ. അതിനു വേണ്ടിയാണ്. ഇപ്പം ഭാഗവതം, രാമായണം, ഖുർആൻ ഇതൊക്കെ വായിക്കുമ്പോൾ ഇച്ചിരി നീട്ടി പറയാറുണ്ട്. ആ ഒരു ഖുർആനും ഇതുപോലെ നീട്ടി പറയും. ഈ മദ്ദ് വെച്ച് നീട്ടുന്നതാണ് നീട്ട് വരുന്നത്. നീട്ടിയൊക്കെ വായിക്കുന്നതായിട്ട് തോന്നും. അന്നേരം ഈ സാധാരണ അറബിന് ഒത്തിരി നീട്ടത്വമൊന്നുമില്ല. ഇങ്ങനെയുള്ള പരിധി വെച്ചേ ഉള്ളൂ. ഈ മദ്ദെന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നതിനാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇത് മനസ്സിലാക്കുക. ആയ ആയ ഇത് യാ ആണ്. അകാര ചിഹ്നം കൊടുത്തപ്പോൾ യാ എന്ന് പറഞ്ഞു. ഇത് പുള്ളിയില്ലാത്ത ഹ ആണിത്. ഇത് ഹ എന്നുള്ള അക്ഷരമാണ്. ഹ 2 സൈസുണ്ട്. ഇങ്ങനെ വട്ടക്കെട്ട് ഒരു രീതിയിൽ എഴുതുന്നതുകൊണ്ട് അത് ഇതിനകത്തിലില്ല. ഞാൻ കാണിക്കാം. നേരത്തെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ പിന്നെയും പരിചയപ്പെടുത്താം. ഇതന്നേരം ഇത് ചെറിയ ഹ ആണ്. ഹ 2 സൈസുണ്ട്, വലുതും ചെറുതും. ഇംഗ്ലീഷ് അക്ഷരം പോലെ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ചെറിയ അക്ഷരവും വലിയ അക്ഷരവും ഉണ്ട് എന്നതുപോലെ അറബിനും ഉണ്ട്. ചെറിയ അക്ഷരം വലിയ അക്ഷരം ഉപയോഗിക്കും. അപ്പോൾ ഇത് 2 പുള്ളി കൊടുത്താൽ പിന്നെ ഹ എന്ന് പറയത്തില്ല. അക്ഷരത്തിൻ്റെ പേര് മാറി. ഇതിൻ്റെ പേര് താ എന്നാണ്. ഇത് വലിയ ഹാന് പകരം എഴുതുന്നതാണ്. ഇത് ചെറിയ ഹ. 2 പുള്ളി കൊടുത്താൽ പിന്നെ ഹ എന്നല്ല പറയുന്നത്. പിന്നെ അതിനെ പറയുന്നതാണ് താ. ഇപ്പം 2 ലൊമ്മ് കൊടുത്തപ്പോൾ തുൻ. താ എന്ന അക്ഷരത്തിന് 2 ലമ്മ് കൊടുത്തപ്പോൾ തുന്ന് വായിച്ചു. ആയത്തുൻ 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 ആയത്തുൻ. ഇപ്പം ചേർത്ത് വായിക്കുമ്പം ആയത്തുൻ 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 ആയത്തുൻ. ഈ സ്പീഡ് വായിച്ച് പറഞ്ഞ് ശീലിക്കുക. നമ്മൾ എന്ത് ശീലിക്കുന്ന ആ ശീലം നമുക്ക് പിന്നീട് കിട്ടും. വലിച്ചഴിച്ച് വായിക്കുകയാണെങ്കിൽ ആ വായനാശീലം അങ്ങനെ തന്നെ വരും. അപ്പോൾ സ്പീഡ് വായിക്കുക. ആയത്തുൻ ആയത്തുൻ. അപ്പം ജനാഹുൻ 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 ജനാഹുൻ. സ്വലാഹുൻ സ്വലാഹുൻ. വാ നിറച്ച് ഫുൾ ശബ്ദം. സ്വലാഹുൻ സ്വലാഹുൻ. ആയത്തുൻ ആയത്തുൻ. അടുത്തത് ദാല്. ഇത് ദാലെന്നുള്ള അക്ഷരമാണ്. ദാല് അകാര ചിഹ്നം കൊടുത്തപ്പോൾ ദാന്ന് വായിച്ചു. ദാല് ദ ദാല് ദ ദാല് ദ.
ഈ ദാലെന്നുള്ള അക്ഷരത്തിന് അരിപ്പ് കൊടുത്ത് നീട്ടിയിരിക്കുക. ദ ദാ ദ ഇത് മാത്രം പറഞ്ഞപ്പോൾ ദാ എന്ന് വായിച്ച് അരിപ്പ് കൂടെ കൊടുത്ത് നീട്ടിയിരിക്കുകയാണ്. അന്നേരം പറയേണ്ടത് ദാ ദാ റാ റാ റുൻ. രണ്ട് നമ്മ കൊടുത്തപ്പം റുൻ വായിച്ച് ദാറുൻ. അന്നേരം ദ ദാ ദ ദാ ദ ദാ ദ ദാ ദാറുൻ. ഒന്ന് സ്പീഡ് വായിച്ചേ. ദാറുൻ 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 ദാറുൻ. സ്പീഡ് വായിക്കണം. ദാറുൻ 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 ദാറുൻ. അടുത്തത് ക്വാഫ്. വാ നിറച്ച് ഫുൾ വോളിയം, ഫുൾ ശബ്ദം കയറ്റി പറഞ്ഞു. ഇത് ക്വാഫ്. ക്വാഫ് ക്വാ ക്വാ കുയ്. വെറും കീ എന്ന് പറയരുത്, കീ എന്ന് പറയരുത്. ഇത് ക്വാഫ് ക്വാഫ് കുയ് 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 ക്വാഫ് കുയ്. വികാര ചിഹ്നം കൊടുത്തപ്പോൾ കുയ് എന്ന് വായിച്ചു. വെറും കീ എന്ന് പറയരുത്. കുയ് കണ്ടാ. ക്വാഫ് കുയ് ക്വാഫ് കുയ്. അക്ഷരത്തിൻ്റെ പേരാണ് ക്വാഫ്. ഇകാര ചിഹ്നം കൊടുത്തപ്പോൾ കുയ് എന്ന് വായിച്ചു. കുയ് 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 കുയ്. ക്വാഫ് എന്നുള്ള അക്ഷരത്തിൻ്റെ പേര് ഇകാര ചിഹ്നം കൊടുത്തപ്പം കുയ് കുയ് എന്ന് വായിച്ചു. ഈ അക്ഷരത്തിനെ യാ കൊടുത്ത് നീട്ടിയിരിക്കുക. ക്വാഫ് എന്ന അക്ഷരത്തിനെ കൊയ് കൊയ് എന്ന് വായിച്ചിട്ട് അതിന് ഇച്ചിരിയുടെ നീട്ടുക. കൊയ്. ഇത് യാ ആണ്. ഇത് യാ. രണ്ട് പുള്ളി താഴെയുള്ള അക്ഷരം, രണ്ട് പുള്ളി താഴെയുള്ള അക്ഷരം യാ. അപ്പം കൊയ് എന്ന് വായിച്ചു കഴിഞ്ഞപ്പം പിന്നീട് അടുത്ത് അതിനെ നീട്ടാൻ ഉപയോഗിച്ചാണിത്. കൊയ് 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 കൊയ്. വെറും കീ എന്ന് പറയരുത്. കൊയ് 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 കൊയ്. മീം. ഇതിൻ്റെ പേര് മീം. മ. കൊയ്മ കൊയ്മ കൊയ്മ. മീമിന് അകാര ചിഹ്നം കൊടുത്തപ്പോൾ മാന്ന് വായിച്ച്. മീമിന് അകാര ചിഹ്നം കൊടുത്തപ്പോൾ മാന്ന് വായിച്ച്. കൊയ്മ. താ. ഇത് താ താ. തുൻ. താ ഉണ്ട്. രണ്ട് പുള്ളി മുകളിലുള്ള ഇത് ചെറിയ ഹ ആണ്. ചെറിയ ഹാൻ്റെ മുകളിൽ രണ്ട് പുള്ളി കൊടുക്കുമ്പം അത് താ ആണ്. അത് താ ആയി. അപ്പം ഇത് രണ്ട് ലമ്മ കൊടുത്തപ്പം തുൻ. താ തുൻ താ തുൻ. താ ആണ് തുൻ. താ തുൻ. കൊയ്മത്തുൻ 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 കൊയ്മത്തുൻ. അതായത് ഇത് സ്പീഡ് വായിക്കണം. കൊയ്മത്തുൻ കൊയ്മത്തുൻ. അണ്ട സ്പീഡിൽ വായിക്കണം. അല്ല ഇനി പതുക്കെ വായിക്കരുത്. കൊയ്മത്തുൻ കൊയ്മത്തുൻ. 10 പ്രാവശ്യം സ്പീഡ് വായിക്കണം. കൊയ്മത്തുൻ കൊയ്മത്തുൻ. വെറും കീന്നു അത്ര. വെറും കീമത്തെന്നല്ല പറഞ്ഞാൽ കൊയ്മത്തുൻ. കൊയ് കൊയ് കൊയ്മത്തുൻ 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 കൊയ്മത്തുൻ. ആവർത്തിച്ച് ഞാൻ മാത്രം കുറച്ച് പ്രാവശ്യം അങ്ങോട്ട് ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. പഠിക്കുന്ന ആളുകളും കൂടെ കുറച്ച് ആവർത്തിക്കുമ്പോഴേ അത് പഠനമാകത്തുള്ളൂ. ഞാൻ കുറച്ച് ഇങ്ങനെ വായിച്ച് വിട്ടിട്ട് അങ്ങ് പോവും. അതുകൊണ്ട് ഫലമില്ല. അത് നിങ്ങളൂടെ ആവർത്തിക്കുക. പദങ്ങളൊക്കെ സ്പീഡ് പറയാനുള്ള ഒരു പരിശീലനം നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കുക. അതൊരു അധ്യാപകനല്ല, പഠിക്കുന്നവരാണ് ഇത് കൂടുതൽ പരിശീലിച്ച് വരേണ്ടത്. അധ്യാപകൻ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ സ്വയം പരിശീലിക്കണം. അതിന് പറയേണ്ടത് കൊയ്മത്തുൻ. ഇത് ദാറുൻ ദാറുൻ. സ്പീഡ് വായിക്കണം, സ്പീഡ് വായിക്കണം. ദാറുൻ 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 ദാറുൻ. കൊയ്മത്തുൻ കൊയ്മത്തുൻ കൊയ്മത്തുൻ. അടുത്തത്
വാവ്. ഈ അക്ഷരത്തിൻ്റെ പേര് വാവ്. അകാര ചിഹ്നം കൊടുത്തപ്പം വാവെന്നാണ് അക്ഷരത്തിൻ്റെ പേര്. അക്ഷരത്തിൻ്റെ പേരാണ് വാവ്. നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അകാര ചിഹ്നം കൊടുത്തപ്പം വാന്ന് വായിച്ചു. ഈ വാന്ന് നീട്ടാൻ വേണ്ടി അലിഫിനെ ഉപയോഗിച്ചു. അപ്പോൾ ഇത് വാന്നാണ്. അതിന് നമ്മൾ മലയാളത്തിലൊക്കെ വാന്നൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഇത് വാന്ന് വായിച്ചപ്പോൾ അതിനെ നീട്ടാൻ വേണ്ടി അലിഫിനെ ഉപയോഗിച്ചു. വാ. ഇത് അലിഫില്ലെങ്കിൽ വാന്ന് വായിച്ച് അലിഫും കൂടെ കൊടുക്കുമ്പം വാ. ഇത് ഐന് വെറും ഐനെന്ന് പറയരുത്. വെറും ഐനെന്നല്ല പറയേണ്ടത്. ഐന് കണ്ടോ? അങ്ങനെ തൊണ്ടയുടെ മധ്യം കൊണ്ട് ഞെരുക്കി പറയണം. അപ്പം ഇകാര ചിഹ്നം കൊടുത്തപ്പോൾ വാഴി. ഇത് ഇത് വാവ് മാത്രമാകുമ്പോൾ അരിക്കൂടെ വാന്ന് നമ്മൾ നീട്ടി. പിന്നെ അയിനാണ് ഇകാര ചിഹ്നം കൊടുത്തപ്പോൾ എന്ന് വായിച്ചു. വെറും ഈ എന്ന് വായിക്കരുത്. വാഴി. അടുത്തത് ഇത് പുള്ളി ഇല്ലെങ്കിൽ ത്വാ എന്ന് പറയും, പുള്ളി ഉണ്ടെങ്കിൽ ലാ എന്ന് പറയും. 2 ലൊമ്പ് കൊടുത്തപ്പം ലുൻ. അന്നേരം എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വായലുൻ. ആദ്യം വായിച്ച പോലെ സ്ലോവ് ചെയ്തല്ല വായിക്കേണ്ടത്. വായലുൻ. സ്പീഡിൽ വായിക്കണം. സ്പീഡിലൊന്ന് വായിച്ച് കുറേ പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച്. വായലുൻ. സ്പീഡ് വായിക്കണം. സ്പീഡ് വായിച്ച് ശീലിക്കണം. എല്ലാം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന പരിശീലനമാണ്. നമ്മൾ പട്ടിണി കിടന്ന് ശീലിച്ചാലും അതും ഒരു പരിശീലനമാണ്. എപ്പോഴും വിശന്ന് നടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ അതും ഒരു ശീലമാണ്. എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ശീലം, എപ്പോഴും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം, അതും ഒരു ശീലമാണ്. അങ്ങനെ ശീലിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നോമ്പ് വരുമ്പം, ഈ റമദാൻ മാസത്തിലെ നോമ്പ് വരുമ്പോൾ എന്ത് ചെയ്തില്ല, അവർ പൂർണ്ണമായിട്ടും ആഹാരം അന്നപാനീയങ്ങളെ പൂർണ്ണമായിട്ടും വെടിഞ്ഞ് നിൽക്കുകയാണ്. അതും പരിശീലനമാണ്, ശരീരത്തിന് കൊടുക്കുന്ന പരിശീലനം. ഒരു മാസം ആഗ്രഹങ്ങൾ വരും, ദാഹിക്കും, വിശക്കും, അതിനൊന്നും വഴങ്ങത്തില്ല. നമ്മുടെ ശരീരത്തിന് നാം വഴങ്ങത്തില്ല. അപ്പോൾ ഇതെല്ലാം പരിശീലനമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശന്ന് നിൽക്കുന്നതിനും പരിശീലനമാണ്. എപ്പോഴും കണ്ണ് കാണുന്ന എല്ലാം തിന്നുന്നതും അതും പരിശീലനമാണ്. എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കുന്ന അതും പരിശീലനമാണ്. എന്തുവാണ് നമ്മൾ ശീലിക്കുന്നത് അത് പരിശീലനമാണ്. അതുപോലെ ഇത് വായിച്ച് ശീലിക്കുക. വായലുൻ. സ്പീഡിൽ വായിക്കണം. വായലുൻ. നമ്മൾ എങ്ങനെ വായിക്കുന്നു, ഒരു അധ്യാപകൻ എങ്ങനെ പറഞ്ഞു തരുന്നു, അതനുസരിച്ച് നമ്മൾ ആ ശീലം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഏറ്റവും വലിയ ക്ലാസ് 1ാം ക്ലാസ്സാണ്. ഏറ്റവും വലിയ ക്ലാസ് ഡിഗ്രിക്ക് പഠിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ IPS IAS അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിന് പഠിക്കുന്നവരോ അല്ല. കാരണം കുഴച്ച മാവ് പോലെയാണ് ഈ പരുവം, ഈ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ. ഇപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഒരു സാങ്കല്പികമായിട്ട് ഞാൻ പറയുക, അതിനധികം അറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും ഉണ്ട്. അപ്പം അന്നേരം ഈ കുഴച്ച മാവ് പോലെ ഇതിനെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് ആര്? ഈ അധ്യാപകൻ. അപ്പം മാവ്, അരിമാവ്, ഗോതമ്പ് മാവ്, ഇത് കുഴച്ചിങ്ങനെ വെച്ചിരിക്കുക, ഉണ്ട പിടിച്ച് കുഴച്ച് വെച്ചിരിക്കുക. ഇതിനെ രൂപപ്പെടുത്തി എടുക്കുന്നതാണ് എന്ന് പറയാം. പൊറോട്ടി വേണോ, ചപ്പാത്തി വേണോ, അല്ലെ ഏത് രീതി പുട്ടാക്കണോ, ഏത് രീതിയിലാക്കണം എന്നുള്ളത് ആ പാചകക്കാർ ചെയ്യുന്നത് പോലെ ഇതിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ആൾ ഈ അധ്യാപകനാണ്. മനസ്സിലായോ? അന്നേരം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് പഠിപ്പിക്കുമ്പോൾ 1ാം ക്ലാസ്സിന് വേണ്ടിയാണ് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന
ഒരു കുട്ടികൾക്ക് വേണ്ടി അധ്യാപകൻ ഇങ്ങനെ പുസ്തകം തുറന്നു വെച്ച് വായിച്ചു കൊടുക്കത്തേ ഉള്ളൂ. കുട്ടികൾ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുക, ഇത്രയേ ഉള്ളൂ. ആ പണി അത്രയേ ഉള്ളൂ. എന്തെങ്കിലും അർത്ഥം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. അന്നേരം ഏറ്റവും കൂടുതൽ ഈ തുടക്കത്തിലുള്ള പഠനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് പറഞ്ഞില്ലേ, കൊച്ചു കുട്ടികൾ 1-ാം ക്ലാസ്സെന്ന് ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കുസൃതികളൊക്കെ കാണിക്കുന്ന, ഏറ്റവും കൂടുതൽ അധ്യാപകൻ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈ 1-ാം ക്ലാസ്. അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും. കുട്ടികളല്ലയോ, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അവർ കുസൃതികൾ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് മുതിർന്ന വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അവർ വളരെ ശ്രദ്ധയോടുകൂടി അധ്യാപകൻ പറയുന്ന ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകന് പറഞ്ഞു കൊടുക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ. പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള കാര്യം പറയുമ്പോൾ അവരത് മനസ്സിലാക്കി അങ്ങ് പോകുന്നേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും വലിയ ക്ലാസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1-ാം ക്ലാസ്സാണ്. ഈ തുടക്കം അങ്ങോട്ട് ക്ലിയർ ആയാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അറബ് ഭാഷയൊന്നും വലിയ പാടൊന്നുമില്ല, ശീലിച്ചാൽ മതി. ഇതൊന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും എല്ലാ തോന്നിലും ഓരോ എപ്പിസോഡിലും ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താ, അതിങ്ങനെ ശീലിച്ച് വരുമ്പം ഞാൻ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പഠിക്കുന്നവരുടെ മനസ്സറിഞ്ഞിട്ട്, ഒരു അധ്യാപകൻ അറിഞ്ഞിട്ട് അതനുസരിച്ചാണ് പിന്നെ സ്പീഡ് കൂട്ടി അങ്ങ് പറയും. മനസ്സിലായേ? എഴുത്തിനൊക്കെ മാറ്റം വരും. കൂട്ടക്ഷരമൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. ഇത് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കും. ഇത് തന്നെ പല രീതിയിലുള്ള കൂട്ടക്ഷരങ്ങളുണ്ട്, അതും പരിചയപ്പെടുത്തും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് സ്പീഡ് വായിക്കാം. വായലുൻ, 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 വായലുൻ. അടുത്തത് സീന്, സ, സീന്, സ. ഇത് സീൻ എന്നുള്ള അക്ഷരമാണ്. സ, സീന്, സ, സീന്, സ. ഇത് ഹ, 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 സ, ഹ. ഇത് സ. ഉണ്ടോ? അകാര ചിഹ്നം കൊടുത്തപ്പോൾ സ എന്ന് വായിച്ച്. അടുത്തത് ഹ, ഹ. ഈ ഹാന്ന് നീട്ടാൻ വേണ്ടി അലിഫിനെ ഉപയോഗിച്ചു. ഹാന്ന് വായിച്ച് പിന്നെ അതിനെ ഹാന്ന് നീട്ടാൻ വേണ്ടി അലിഫിനെ ഉപയോഗിച്ചു. അന്നേരം സലാ എന്താ സലാ, സലാ എന്നല്ല, എനിക്ക് തെറ്റി, എൻ്റെ ഇടയ്ക്ക് ശ്രദ്ധ മാറിപ്പോയി. ഇത് സീന്, സീന്. ഇത് ഹ, സീന് ഫത്തഹി സ. ഇത് ഹ, ഹ ആണ്. എനിക്ക് എൻ്റെ ഇടയ്ക്കൊരു തെറ്റ് പറ്റി, ശ്രദ്ധ മാറിപ്പോയി. ഹ, ഹ. അതിപ്പോൾ നീട്ടിയപ്പം ഹ, സഹ, സഹ, സഹ. ബ, ബുൻ, സഹാബുൻ. ഉണ്ടോ? സീന് സ, സീന് സ, ഹ, ഹ. ഈ ഹാന്ന് നീട്ടാൻ വേണ്ടി അലിഫിനെ ഉപയോഗിച്ചു. സഹാബുൻ. ബ, ബുൻ. 2 ലൊമ്മ കൊടുത്തപ്പോൾ ബുൻ എന്ന് വായിച്ചു. സഹാബുൻ, സഹാബുൻ, സഹാബുൻ. അതെ. ഇനി ഇത് സ്വാദ്. നമ്മൾ നബിയും സ്വഹാബത്തും സ്വഹാബാക്കളെന്നോ ഇതാണ് പറയേണ്ടത്. അത് സഹാബെന്ന് പറഞ്ഞാൽ മേഘമെന്നും, ഇത് അനുചരന്മാർ, അനുചരൻ, കൂട്ടുകാരൻ എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായി? നബിയുടെ അനുചരന്മാർ എന്നുള്ള അർത്ഥം. ഇത് സ്വഹാബാണ്, മറ്റേത് സഹാബാണ്. തമ്മിൽ മാറിപ്പോരുത്. അതായത് ഇത് രണ്ടും ഇവിടെ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. ഇത് സ്വാദ്, സ്വാദ് എന്നുള്ള അക്ഷരമാണ്. സ്വ, സ്വാദ്, സ്വ, സ്വാദ്, സ്വ, സ്വാദ്, സ്വ, സ്വാദ്, സ്വ. ഇത് ഹ, ഹ. തൊണ്ടയ്ക്കൂടെ കാറ്റ് വരണം. ഹ, 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 ഹ. ഇപ്പം ഹ എന്ന് വായിച്ചതിനെ ഒന്നും കൂടെ ഹ എന്നാക്കുന്നതിന് വേണ്ടി, ഹ എന്നതിനെ നീട്ടാൻ വേണ്ടി ഹ,
ഹാ ഉണ്ടോ സ്വ ഹാ സ്വഹാ 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 സ്വ വെറും സാന്ന് വായിക്കരുത്. ഇതാണ് സാന്ന്. ഇത് സാന്നും ഇത് സ്വാന്നും. ഇത് സ ഇത് സ്വ സ്വ രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. ഉച്ചാരണത്തിൽ രണ്ട് വ്യത്യാസമുണ്ട്. രണ്ട് അർത്ഥമാണ്. ഇത് സ ഇത് സ്വ സ്വ ഹ ഹ ഹ സ്വഹ സ്വഹ ബാ ബുൻ ബാ ബുൻ ബാ ഉണ്ടോ വള്ളം പോലിരിക്കുന്ന അക്ഷരമാണ് ബാ. രണ്ട് ലൊമ്മ കൊടുത്തപ്പം ബുൻ ബാ ബുൻ സ്വഹാബുൻ 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 സ്വഹാബുൻ. അടുത്തത് കണ്ട ജ ന ന ന ജ ന ന ജനാ ജനാഹുൻ 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 ജനാഹുൻ. 5 പ്രാവശ്യം സ്പീഡ് പറഞ്ഞ് ജനാഹുൻ 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 ജനാഹുൻ. സ്വാദ് സ്വ സ്വാദ് സ്വ സ്വാദ് സ്വ ലാമ് ല ല ലാന്ന് നീട്ടാൻ വേണ്ടി അലിഫിനെ ഉപയോഗിച്ചു. അന്നേരം സ്വ ലാ സ്വലാ സ്വലാഹുൻ 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 സ്വലാഹുൻ. വെറും സലാഹൻ അല്ല പറയേണ്ടത്, സാ എന്നല്ല പറയേണ്ടത്, സ്വാദ്. വാ നിറച്ച് ഫുൾ ശബ്ദം കയറ്റി സ്വ 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 സ്വലാഹുൻ 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 സ്വലാഹുൻ. അലിഫ് ആ യ യ യ ആയ തുൻ ആയത്തുൻ ആയത്തുൻ. എല്ലാം ഒന്ന് ആവർത്തിച്ചൊന്ന് സ്പീഡിൽ പറഞ്ഞേ. ആയത്തുൻ 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 ആയത്തുൻ. ജനാഹുൻ 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 സ്വലാഹുൻ 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 ആയത്തുൻ ആയത്തുൻ ആയത്തുൻ. ദാല് ദാ റുൻ ദാറുൻ 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 ദാറുൻ. സ്പീഡ് വായിച്ച് പറയും. ദാറുൻ. ക്വാഫ് കുയ് ക്വാഫ് കുയ് യാ കൂടെ നീട്ടിരിക്കുക. കുയ് 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 കുയ്. മീമ് മ മീമ് മ കൊയ്മ താ ഉണ്ടോ. 2 പുള്ളി മുകളിൽ വന്നപ്പോൾ ഇത് താ എന്ന് പറയും. തുൻ താ എന്നാ ഇതിൻ്റെ പേര്. ഇങ്ങനെ വലിയൊരു പൂജ്യം പോലെ എഴുതിയിട്ട് 2 പുള്ളി കൊടുക്കുമ്പോൾ താ തുൻ. കൊയ്മത്തുൻ 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 കൊയ്മത്തുൻ. ശരി ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. അടുത്തത് വാവ് വാ. വാവിന് അകാര ചിഹ്നം കൊടുത്തപ്പോൾ വാ എന്ന് പറഞ്ഞ് ഈ വാന്ന് നീട്ടാൻ വേണ്ടി അലിഫിനെ കൊടുത്ത്. ഇത് വാ നമ്മൾ വായിച്ചത്, അതിനെ നീട്ടാൻ വേണ്ടി വാന്നാക്കാൻ വേണ്ടി അലിഫിനെ കൊടുത്തു. വാ വാ. ഇത് ഐന് ഐന് ഐ. വെറു ഈ എന്നല്ല, ഐ ഐ ഐ. തൊണ്ട കൊണ്ട് ഞെരുക്കി പറയണം. വാഴി ലുൻ വാഴലുൻ വാഴലുൻ. സ്പീഡിൽ വായിക്കണം, സ്പീഡിൽ. വാഴലുൻ 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 വാഴലുൻ. സീന് സ സീന് സ. ഹ ഹ ഹ ഹ ഹ. സഹാബുൻ 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 സഹാബുൻ. ഇത് സ്വാദ് സ്വ ഹ ഹ സ്വ. വാ നിറച്ച് ഫുൾ ശബ്ദം. സ്വ ഹ ഹ ഹ സ്വഹാബുൻ 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 സ്വഹാബുൻ. ഒന്നും കൂടെ വായിച്ചു തരാം. ജനാഹുൻ
സ്വലാഹുൻ, ജനാഹുൻ, സ്വലാഹുൻ, ആയത്തുൻ,